ഹലോ കൂട്ടുകാരി, ഇന്ന് നമുക്ക് മിനി ഫ്ലവർ വിത്ത് വേസ് ആണ് ഉണ്ടാക്കാൻ പോണത്. അതിന്നപ്പോൾ അങ്ങനെ പറഞ്ഞല്ലേ, ഫ്ലവർ വേസ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ വേസ് മാത്രമല്ലേ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലവറും വേസും ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെലോ ടേപ്പിന്റെ ആ ഒരു പേപ്പർ കോട്ടാട്ടോ. 2 ഡിഫറെന്റ് സൈസസ് വരുന്ന ബേസുകളും അതിനകത്ത് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് പാറ്റേൺസ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ആദ്യത്തെ ബേസിനകത്ത് ഞാനൊരു ബെൻഡഡ് സ്ക്വയർ പാറ്റേൺ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അതൊട്ടും ഇഷ്ടമായില്ല. പിന്നെ ഞാനത് മാറ്റി രണ്ടാമത്തെ ഒരു ബ്രാഞ്ചഡ് പാറ്റേൺ ആണ് ഉദ്ദേശിച്ചത്. സംഭവം എന്തൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നല്ല ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള കമ്പികളാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കെയിലൊക്കെ എന്തിനാന്നേ, കൈയൊക്കെ ധാരാളം. 2 വേസിനും വേണ്ടി ഈക്വലി 14 പീസസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലവറിന്റെ സെൻട്രൽ ഡിസ്ക് പോർഷന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഒന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തു. എന്നിട്ട് ആ അറ്റത്തോട്ട് ഒന്ന് തൊട്ട് കൊടുത്തുട്ടോ. സത്യം പറയാലോ, ഇന്നത്തെ ദിവസം ഒരു കലികാലമായിരുന്നു. എങ്ങനെ നോക്കിയിട്ടും കറണ്ട് 7 ഇലക്കത്തോടെ അടുക്കുന്നില്ലെന്ന്. ഇപ്പൊ പിന്നെ ഞാനും രണ്ടും കൽപ്പിച്ച് പണി തുടങ്ങിയിട്ടു. അതെന്തേലും ആവട്ടെ, അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. എന്നിട്ട് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. ഗ്രീൻ ടേപ്പ് ഇല്ലാത്ത പക്ഷം കളർ പേപ്പറോ പെയിന്റോ അടിച്ചു കൊടുക്കാട്ടോ. പിന്നെ ഒരു കാര്യം കേട്ടോ, ആർട്ടിഫിഷ്യൽ പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഒന്ന് തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പെറ്റൽ പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പറും ബട്ടർ പേപ്പറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്ത് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇനി അതിനകത്തെ ഓരോ സ്ട്രിപ്പും നമുക്ക് ഹാഫാക്കി ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് കട്ട് ചെയ്യുന്നത് താഴ്ഭാഗത്തോ മോൾ ഭാഗത്തോ കട്ട് ചെയ്യാട്ടോ. താഴ്ഭാഗത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫോൾഡിന്റെ 2 ഭാഗവും വരും. അപ്പം കൂടുതൽ പെറ്റൽസ് തോന്നി. പൂവിന്റെ പണി ഏകദേശം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു ബേസിന് വേണ്ടിയിട്ട് പ്ലെയിൻ വൈറ്റ് ഫ്ലവേഴ്സും ഒരെണ്ണത്തിൽ കളേർഡ് ഫ്ലവേഴ്സും യൂസ് ചെയ്തു. കറണ്ടിനെ വെട്ടിച്ചുകൊണ്ട് ചെയ്ത ഫ്ലവർ ബേസ് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.